ക്രിസ്ത്യാനികളുടെ നടപടിയാണ് ജാറം. ഓ ഹുസൈൻ സലഫി, ഓ ഹുസൈൻ സലഫി, ധൈര്യണ്ടോ സൗദി അറേബ്യയിൽ പോയിട്ട് മദീനത്ത് പോയിട്ട് ഈ ജാറം ജൂതന്മാരതാണ് പ്രസംഗിക്കാൻ ധൈര്യണ്ടോ സലഫി? ഏറ്റവും വലിയ ജാറം, ഏറ്റവും ബഹുമാനമുള്ള ജാറമാണ് മദീനത്തെ പള്ളിയോട് വെച്ചുള്ള ജാറം. അത് ജൂതന്മാരല്ലേ? ജൂതന്മാരാണ് ജാറം അല്ലേ? നിങ്ങളിവിടെ പ്രസംഗിച്ചതാ. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമേ. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും. മൂപ്പര ഫത്വ കേട്ടിട്ടില്ല ഫത്വ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാറം ജൂതന്മാരാണോ മൗലവി? ഈ മൗലവിയെ നാനാവത്ത് കൊണ്ടുവരേണ്ടവർ പറയണം. അവിടുന്ന് ഇവിടുന്ന് വണ്ടി എടുത്തു വരുന്നില്ലേ? കർണാടകയെന്നും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തൃശൂർ ജില്ലയിൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മുജാഹിദും അതിലെവിടെ? മൗലവിമാരും അതിലെവിടെ? പറയണം നിങ്ങൾ. മദീനയിൽ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കൊമ്പയുള്ള ജാറം അത് ജൂതന്മാരാണെന്ന് പറ. മൗലവിമാരെ തുറന്ന് ഓരോ സ്ഥലത്തും വരാം. നാലാവത്തി ചേച്ചി എന്ന് പറഞ്ഞാൽ പോരാ. ദൈവമാണെന്ന് വിശ്വസിച്ച് ബിംബം വെച്ചവർക്ക് ഇറങ്ങിയ ആയത്ത്. ബിംബം വെച്ചാൽ തന്നെ ബിംബണ്ടല്ലോ നിങ്ങൾക്ക്, കടത്തിയിട്ട ബിംബം, ജാറമാകുന്ന ബിംബം, അതുണ്ടല്ലോ നിങ്ങൾക്ക്. ഓരോ ജാറങ്ങളും ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 250 വോൾട്ടേജ് അപ്പുറം അപ്പുറം ഇട്ടിട്ട് തെക്ക് വടക്ക് കിടത്തിയ ബിംബം നിങ്ങൾക്കുണ്ട്. അല്ലാഹുവേ എന്റെ ഖബറിന് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. മാത്രമല്ല, ദൈവമാണെന്ന് വിശ്വസിച്ച് ബിംബം വെച്ചവർക്ക് ഇറങ്ങിയ ആയത്ത്. ബിംബം വെച്ചാൽ തന്നെ ബിംബണ്ടല്ലോ നിങ്ങൾക്ക്, കടത്തിയിട്ട ബിംബം, ജാറമാകുന്ന ബിംബം, അതുണ്ടല്ലോ നിങ്ങൾക്ക്. ഓരോ ജാറങ്ങളും ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 250 വോൾട്ടേജ് അപ്പുറം അപ്പുറം ഇട്ടിട്ട് തെക്ക് വടക്ക് കിടത്തിയ ബിംബം നിങ്ങൾക്കുണ്ട്. അല്ലാഹുവേ എന്റെ ഖബറിന് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. അവർ നിർത്തിയതാണ്, നിങ്ങൾ കിടത്തിയതാണ്. ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മദീനത്തെ പള്ളിയോട് തൊട്ട് കിടത്തിയിട്ടുണ്ട്. ആ കിടത്തിയത് ബിംബമാണെന്നാണ് നിങ്ങളുടെ വാദം. അവിടെ നിങ്ങളെ നേതാക്കന്മാരില്ലേ? നിങ്ങളെ നേതാക്കന്മാർ മുഴുവനും സൗദി അറേബ്യയിലെ പണം തിന്നുകൊണ്ട് ജീവിക്കുന്നില്ലേ? അവിടെ കുറെ നേതാക്കന്മാര്. അവരൊക്കെ എന്തുകൊണ്ട് ഇത് ബിംബമാണെന്ന് പറയുന്നില്ല? നിങ്ങളിവിടെ ഓതിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ശരീരം വസനം 70 ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. റസൂലുള്ളാഹി ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? ഉത്തരം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത്. എന്നാ ആ ജാറം എങ്ങനെ അവിടെ നിന്നു? ആ കുബ്ബ എങ്ങനെ അവിടെ ഉണ്ടായി? ആ റസൂലുള്ളാഹിനോട് വിളിച്ചു തരുന്ന പദ്യം എങ്ങനെ ആ ചുമരുമൽ വന്നു? നിങ്ങൾ മറുപടി പറയണം. റസൂലുള്ളാഹിക്ക് ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? അപ്പൊ മനസ്സിലായി, അത് ബിംബമാക്കലല്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുബ്ബ ബിംബമാക്കലല്ല. നിങ്ങൾ പൊളിക്കാതെ നടക്കുന്ന ആളാണ്. പക്ഷേ അത് ബിംബമാക്കൽ. കാരണം റസൂലുള്ളാഹിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വാദമുണ്ടോ? സൗദി അറേബ്യയിൽ ബിംബം വെച്ച് ആരാധിക്കുന്നു നിങ്ങൾ പറയാൻ ധൈര്യം കാണിക്കുമോ? നിങ്ങൾ പറയണം അതിന് മറുപടി. ബിംബത്തെ ആരാധിക്കുന്ന ഉദ്ദേശത്തിൽ അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യം റസൂലിന്റെ ഖബറിൽ പോയി ചോദിച്ചാൽ അത് ബിംബാരാധനയ്ക്ക് തുല്യം തന്നെയാണ്. റസൂലിന്റെ ജാറം കൊണ്ട് എങ്ങനെ നിലനിൽക്കുന്നു? അവിടെ ജാറം നിർത്തിയാല് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറ് ഒരു ജാൻ മാത്രമേ ഉയർത്തിയിട്ടുള്ളൂവെന്ന് നിങ്ങൾ തന്നെ ഇറക്കിയ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും 2 കൂട്ടുകാരുടെയും ഖബറിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് സഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഫുഖഹാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഏതാണ്ട് ഒരു ചാന ഉയർത്തിയിട്ടുള്ളൂ. തട്ടി നിരപ്പാക്കണോന്നാ ഉള്ളതെന്ന് പറഞ്ഞു. അയാൾ തന്നെ പറഞ്ഞത് അവിടെ ഒരു ചാൺ ഉയരത്തിലുള്ളത്. അതിന്റെ നിരപ്പാക്കാഞ്ഞേ? ഒരു ചാൺ ഉയരണ്ടായ നിരപ്പാവോ? എന്തിനാ നിരപ്പെന്ന് പറയാ? മലയാളം അറിയണ്ടായോ? അപ്പൊ ഒരു ചാൺ ഉയരത്തിലാണ് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്നാ പറഞ്ഞത്? തട്ടി നിരപ്പാക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ റസൂലുള്ള പറഞ്ഞിട്ട് അതുപോലെ ഇതുവരെയും നടന്നിട്ടില്ല ഞങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ചു, വസനം 70 നിങ്ങളാ ഓതിയത്, അതെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്നു. അതിന് ഉത്തരം കിട്ടിയോ ഇല്ലേ എന്റെ ചോദ്യം? ഭയങ്കര കുബ്ബണ്ട അതിന്റെ മുകളിൽ ഇപ്പോഴും പച്ച. അപ്പൊ പിന്നെ കെട്ടിപ്പൊക്കാന്നൊന്നും പറഞ്ഞ കാര്യമില്ല. കെട്ടാണ്ടാ പിന്നെ കുബ്ബണ്ടായത്? കെട്ടിപ്പൊക്കാതെ ആ കുബ്ബണ്ടായത്, മിനാറുണ്ടായത്? പിന്നെ കെട്ടിപ്പൊക്കിയിട്ടില്ലാന്നോ? ഒരു ചാൺ ഉയരേ ഉള്ളൂ. ഒരു ചാൺ ഉയരത്തിലാ കുബ്ബുള്ളത്. നിങ്ങൾ മദീനത്ത് തീരെ പോയില്ലേ? ഫോട്ടെങ്കിലും നോക്കൂടെ നിങ്ങൾക്ക്? അൽമനാറിന്റെ മേലുണ്ടല്ലോ ഫോട്ടോ, അത് നോക്കൂടായിരുന്നു നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ. അപ്പോ നിങ്ങളെ പറഞ്ഞതൊന്നും